السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഓക്കെ, നമ്മുടെ എക്സാമിൻ്റെ സിലബസിലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ചാപ്റ്റർ നമ്പർ 9 കേട്ടോ. നോക്ക്, റോനെ വാലെ ഹസ്നെ ലഗെ. റോനെ വാലെ കരയുന്നവർ, ഹസ്നെ ലഗെ ചിരിക്കാൻ തുടങ്ങി. കരയുന്നവർ ചിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നോക്കൂ, पुराने जमाने की बात है. किसी गांव में एक बूढ़ी औरत रहती थी. उसका एक ही बेटा था, अमजद. अमजद फौज में भर्ती होकर बहुत दूर से चला गया था. बुढ़िया को अपना बेटा बहुत याद आता था. एक दिन बुढ़िया को अमजद का खत मिला. बुढ़िया लिखना पढ़ना नहीं जानती थी. वो खत लेकर अपने मकान के सामने बैठ गई. वो इंतजार कर रही थी कि कोई रास्ते से गुजरे और उससे खत पढ़कर सुना दे. थोड़ी देर में एक फौज उधर से गुजरा. बुढ़िया ने उससे रोका और उससे खत पढ़ने को कहा. പുരാനെ ജമാനെ കി ബാത്ത് ഹെ. പഴയ കാലത്തൊരു വാഗ്ദാനാണ് പറയുന്നത്. പണ്ട് സംഭവിച്ചൊരു കഥയാണ്. ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് കേട്ടത്. പുരാനെ ജമാനയ്ക്ക് ബാത്ത് ഹെ, പണ്ട് കാലത്തെ ഒരു കഥ. എന്താണ്? കിസി ഗാവോമേ, ഒരു ഗ്രാമത്തില്, ഏക് ബൂഢി ഔറത്ത്, ഒരു വൃദ്ധയായ ഒരു സ്ത്രീ. ബൂഢാ ബൂഢി, വൃദ്ധൻ വൃദ്ധ അല്ലേ. ഏക് ബൂഢി ഔറത്ത് രഹ്തി, ഒരു വൃദ്ധയായ ഒരു സ്ത്രീ എന്ത് ചെയ്തിരുന്നു? അവിടെ ജീവിച്ചിരുന്നു. പഴയ കാലത്ത് ഒരു കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ ജീവിച്ചിരുന്നു. ഒന്നുകൂടി, പുരാനെ പുരാനെ, പഴയ എഴുതിക്കൊള്ളുണ്ടോ? പുരാനെ ജമാനയ്ക്ക് ബാത്ത് ഹെ, പഴയ കാലത്ത് ഒരു വർത്തമാനാണ് പറഞ്ഞത്. കിസി ഗാവോമേ, ഒരു ഗ്രാമത്തിൽ, ഏക് ബൂഢി ഔറത്ത് രഹ്തി ഥി, ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. ഉസ്കാ ഏക് ഹി ബേട്ടാ താ അംജദ്, അവരുടെ ഒരേ ഒരു കുട്ടി. ഏക് ഹി ബേട്ട, ഒരേ ഒരു കുട്ടിയായിരുന്നു അംജദ്. ഉസ്കാ, അവരുടെ ഏക് ഹി ബേട്ട, ഏക് ബേട്ട ഒരു കുട്ടി. ഏക് ഹി ബേട്ട, ഒരേ ഒരു കുട്ടി മാത്രമായിരുന്നു അംജദ്. അംജദ് ഫൗജ് മേ ഭർത്തി ഹോക്കർ ബഹുത് ദൂർ ചലാ ഗയാ താ. അംജദ് എന്നുള്ള ഈ കുട്ടി ഫൗജ് മേ, സൈന്യത്തിൽ, ഭർത്തി ഹോക്കർ, ചേർന്നിട്ട്, പങ്കാളിയായിട്ട്, ബഹുത് ദൂർ ചലാ ഗയാ താ, വളരെ ദൂരേക്ക് എന്ത് ചെയ്തിരുന്നു? പോയിരുന്നു. ബുഡിയാക്കോ, ഈ വൃദ്ധക്ക്, അപ്പിന ബേട്ട, തന്റെ കുട്ടിയെ, ബഹുത്ത് യാദ് ആത്താത്ത, ഒരുപാട് ഓർമ്മ നിന്നു. കുട്ടിയെ ഇങ്ങനെ എപ്പോഴും ചെയ്തിരുന്നു. കുട്ടിന്റെ ഓർമ്മയിലായിരുന്നു വൃദ്ധ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒന്നുകൂടി അർത്ഥം വെച്ചാൽ, പുരാനെ ജമാനയ്ക്ക് ബാത്ത് ഹെ, പണ്ട് കാലത്തെ ഒരു കാര്യമാണ്. കിസി ഗാവോമേ, ഒരു ഗ്രാമത്തിൽ, ഏക് ബൂഢി ഔറത്ത് രഹ്തി ഥി, ഒരു വൃദ്ധയായ സ്ത്രീ താമസിച്ചിരുന്നു. ഉസ്ക, അവരുടെ ഏക് ഹി ബേട്ടാത്ത അംജദ്, ഒരേ ഒരു കുട്ടിയായിരുന്നു അംജദ്. അംജദ് ഫൗജ് മേ ഭർത്തി ഹോക്കർ, അംജദ് സൈന്യത്തിൽ ചേർന്നിട്ട്, ബഹുത് ദൂർ ചലാ ഗയാ, ഭർത്തനാല് ചേരുക കേട്ടാ. ബഹുത് ദൂർ ചലാ ഗയാത്ത, ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു. ബുഡിയാക്കോ, വൃദ്ധക്ക്, അപ്ന ബേട്ട, തന്റെ കുട്ടിയെ, ബഹുത് യാദ് ആത്താത്ത, വളരെയധികം ഓർമ്മ വന്നിരുന്നു. ഏക് ദിൻ, ഒരു ദിവസം, ബുഡിയാക്കോ, വൃദ്ധക്ക്, അംജദ് ക ഖത്ത് മില, അംജദിന്റെ
കത്ത് കിട്ടി. ഖത്ത് മില എന്ന് പറഞ്ഞ ഖത്ത് എന്ന് പറഞ്ഞ കത്ത്. ബുഡിയ വൃദ്ധയാണെങ്കിൽ ലിഖ്ന പഠന നഹി ജാൻതി തി. ലിഖ്ന പഠന എഴുതാനും വായിക്കാനും. പഠന വായിക്കുക, ലിഖ്ന എഴുതുക. പഠോ എന്ന് പറഞ്ഞാല് വായിക്കൂ അല്ലെ. ബുഡിയാക്കോ വൃദ്ധക്ക് ലിഖ്ന പഠന എഴുതാനും വായിക്കാനും നഹി ജാൻതി തി അറിയില്ലായിരുന്നു. വോ അവർ ഖത്ത് ലേക്കർ കത്തെടുത്തിട്ട് അപ്നെ മകാൻ കെ സാമനെ ബൈഠ് ഗയി. തന്റെ സ്ഥലത്തിന്റെ മുന്നിൽ പോയിട്ടിരുന്നു, തന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് ഇരുന്നു. ഓ അവർ ഇന്തിസാർ കർ രഹി തി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തെന്നാൽ കോയി ആരെങ്കിലും രാസ്തേ സേ ഗുസറെ വഴിയിലൂടെ കടന്നു പോയാൽ അവർ ഉസ്സേ ഖത്ത് പഠ്കർ സുനാദേ. അവർ ഉസ്സേ അപ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാ, ഉസ്സേ അവരെ കൊണ്ട് ഖത്ത് പഠ്കർ ഖത്ത് വായിച്ചിട്ട് സുനാദേ കേൾക്കാം എന്നായിരുന്നു ആലോചിച്ചിട്ട് എന്ത് ചെയ്തു, വൃദ്ധ വീടിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തു. ഒരു ദിവസം ബുഡിയാക്കോ വൃദ്ധക്ക് അംജദ് കാ ഖത്ത് മില. അംജദിന്റെ കത്ത് കിട്ടി. ബുഡിയ വൃദ്ധ ലിഖ്ന പഠന നഹി ജാൻതി തി എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. ഓ ഖത്ത് ലേക്കർ അവർ കത്തെടുത്തിട്ട് അപ്നെ മക്കാൻ കെ സാമനെ ബൈഠ് ഗയി തന്റെ വീടിന്റെ മുന്നിൽ പോയിരുന്നു. ഓ ഇന്തിസാർ കർ രഹി തി അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്തെന്നാൽ കോയി ആരെങ്കിലും രാസ്തേസെ ഗുസറെ വഴിയിലൂടെ കടന്നു പോയാൽ അവർ ഉസ്സെ അവരെ കൊണ്ട് എന്ത് ചെയ്യാം, ഖത്ത് പഠ്കർ സുനാദേ ഖത്ത് വായിച്ച് കേൾക്കാം എന്നവര് പ്രതീക്ഷിച്ചിരുന്നു. തോടി ദേർമേ അല്പസമയമായപ്പോൾ ഏക് ഫൗജി ഒരു സൈനികൻ ഉദർ സെ ഗുസറ ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നുപോയി. ഒരു സൈനികൻ ആ വഴിയിലൂടെ കടന്നുപോയി. ബുഡിയാനെ വൃദ്ധ ഉസ്സെ അദ്ദേഹത്തെ റോഖിന എന്ന് പറഞ്ഞാൽ തടയുക. വൃദ്ധ അദ്ദേഹത്തെ തടഞ്ഞു. അവർ ഉസ്സെ ഖത്ത് പഠനേക്കോ കഹ എന്നിട്ട് അവരോട് എന്ത് ചെയ്തു, കത്ത് വായിക്കാൻ പറഞ്ഞു. ഓക്കെ. തോടി ദേർമേ അല്പസമയത്തിന് ശേഷം ഏക് ഫൗജി ഒരു സൈനികൻ ഉദർ സെ ഗുസറ ആ വഴിയിലൂടെ കടന്നുപോയി. ബുഡിയാനെ വൃദ്ധ ഉസ്സെ റോഖ അവനെ തടഞ്ഞു. അവർ ഉസ്സെ ഖത്ത് പഠനെ കോക്കഹ അവനോട് എന്ത് ചെയ്തു, കത്ത് വായിച്ചു തരാൻ പറഞ്ഞു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിലുള്ള വാക്കുകള് പുരാന എന്ന് പറഞ്ഞ പഴയ, ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമം, ബൂഡി വൃദ്ധ, പിന്നെ അറിഞ്ഞ ബർത്തനാന ചേരുക, ദൂർ ചലാന എന്ന ദൂരേക്ക് പോവുക, ഖത്ത് എന്ന് പറഞ്ഞ കത്ത്, ലിഖ്ന പഠന എഴുതാനും വായിക്കാനും അറിയിച്ചെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. രാസ്തേ ഗുസർന്ന വഴിയിലൂടെ കടന്നു പോവുക. പിന്നെ ഫൗജി എന്ന് പറഞ്ഞാൽ സൈനികൻ, റോഖ എന്ന് പറഞ്ഞാല് തടയുക. ലെഫ്റ്റ് എഴുതുക. എന്നിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ. ഇൻഷാല്ലാ ഉറുദുവിന്റെ 3 ചാപ്റ്ററാണ് നടക്കുന്നത്. ഒന്നും വിചാരിക്കരുത്, നമുക്ക് തീരണ്ടേ ഉണ്ട്. ഇൻഷാല്ലാ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.